1,50,00,000 ജനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ ആദ്യ 15-ലാണ് കേരളം. ആകെ 14 ജില്ലകൾ, 78 താലൂക്കുകൾ. ജില്ലകൾ വിഭജിക്കണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. ഇന്നലത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഒരു ചെറിയ ഭാഗം കേൾക്കാം ആദ്യം. കേരള സംസ്ഥാനത്തിന്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിന്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ സൂചികയായിരിക്കും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കും. സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതകൾ പഠിക്കാനൊരുങ്ങുകയാണ് സർക്കാർ. അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുമെന്നാണ് VD സതീശൻ ഇന്നലെ പറഞ്ഞത്. വികസന മുരടിപ്പ്, ജനങ്ങളുമായി കൂടുതൽ അടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഗ്രാഫിക്സിന്റെ സഹായത്താൽ നോക്കാം. കേരളം 1956 എങ്ങനെയായിരുന്നു? 1956 നവംബർ 1 കേരളം യാഥാർത്ഥ്യമാകുമ്പോൾ ആകെ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. പിന്നീട് 1957 ജനുവരി 1 ആദ്യത്തെ ജില്ലാ വിഭജനം നടക്കുകയാണ്. മലബാറിനെ 3 ജില്ലകളായി മാറ്റി. കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നീ ജില്ലകൾ അങ്ങനെ രൂപീകരിച്ചവയാണ്. അതേ വർഷം തന്നെ ഏകദേശം ഓഗസ്റ്റ് 17 ജില്ലകൾ വീണ്ടും വിഭജിച്ചു. 8ാമത്തെ ജില്ലയായി ആലപ്പുഴ കൂടി ഉൾപ്പെടുത്തി. കോട്ടയം, കൊല്ലം ജില്ലകളിൽ നിന്ന് ചില പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആലപ്പുഴ ജില്ലയെ രൂപീകരിച്ചത്. നമ്മൾ ഇന്ന് കാണുന്ന കേരളം എങ്ങനെയാണ് ഉണ്ടായത്? 1958, 69, 72, 80, 82 വർഷങ്ങളിലൊക്കെ കേരളത്തിലെ ജില്ലകളെ വിഭജിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകരിച്ചു. അങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള 14 ജില്ലകൾ രൂപീകരിച്ചിരിക്കുന്നത്. മലപ്പുറം, തിരൂർ കേന്ദ്രീകരിച്ച് ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം പലവട്ടം ഉയർന്നു കേട്ടതാണ്. ഇക്കാര്യം UDF സർക്കാർ പരിഗണിക്കണമെന്ന് തിരൂർ സബ് കളക്ടറായിരുന്ന ദിലീപ് കൈനകര തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആവശ്യത്തിനും കാരണങ്ങളുണ്ട്. 2011 സെൻസസ് പ്രകാരം ഏകദേശം 33 ലക്ഷത്തിലധികം ആളുകൾ മലപ്പുറത്തുണ്ട്. 2011 കണക്കാണ്. 16 വർഷം പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായും കണക്കുകൾ വ്യത്യാസമുണ്ടാകാം. നമുക്ക് മുന്നിലുള്ളത് 2011 സെൻസസ് പ്രകാരമുള്ള കണക്ക് മാത്രമാണ്. അതുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും മലപ്പുറത്താണ്. ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയിൽ 17 ലക്ഷമാണ് ജനസംഖ്യ ഉള്ളത്. മലപ്പുറത്ത് ആകെ 7 താലൂക്കുകൾ വരുന്നുണ്ട്. ആലപ്പുഴയിൽ ആകെ 6 താലൂക്കുകൾ. ജനസംഖ്യയുടെ കാര്യത്തിൽ ഏകദേശം 20 ലക്ഷത്തോളം വ്യത്യാസമുള്ള ഇടത്താണ് ഒരു താലൂക്ക് മാത്രം കൂടുതൽ വരുന്നത്. കാര്യക്ഷമമായ ഭരണത്തിന് ജില്ലാ വിഭജനം അനിവാര്യമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പം തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ചേർന്ന് ഒരു ജില്ല, മഞ്ചേരി കേന്ദ്രീകരിച്ച് മലപ്പുറത്തെ മലയോര മേഖലകൾ ചേർത്ത് മറ്റൊരു ജില്ല. ഇതാണ് ഉയർന്നു വരുന്ന ആവശ്യം. എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ കേന്ദ്രമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നതാണ് മറ്റൊരു ആവശ്യം. മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം നിയോജക മണ്ഡലങ്ങളും പെരുമ്പാവൂരിന്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, കൊച്ചി കേന്ദ്രീകരിച്ച് വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഉപയോഗം മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന മലയോര മേഖലയ്ക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. 1982 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇതിന്റെ സാധ്യതാ പഠനം നടത്തിയിരുന്നു. അതിന് വേണ്ടി ഒരു കമ്മീഷനൊക്കെ രൂപീകരിച്ച് സാധ്യതകളൊക്കെ പഠിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് സാരം. കോഴിക്കോട്, വടകര 21 ലക്ഷത്തിലധികമാണ് കോഴിക്കോട് ജില്ലയിലെ ജനസംഖ്യ. 4 താലൂക്കുകളുള്ള ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെടുന്നത് വടകര താലൂക്കിലാണ്. വടകരയിൽ താമസിക്കുന്ന ഒരാൾക്ക് ജില്ലാ കേന്ദ്രത്തിലേക്ക് എത്താൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതുകൊണ്ട് നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്രയുടെ ചില ഭാഗങ്ങൾ, ഒപ്പം വടകര ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ജില്ല വേണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഇനി ഈ ജില്ലാ വിഭജനത്തിലുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെ ഒരു ആശയം ഉയരാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? അക്കാര്യം മുഹമ്മദ് അസ്ലം വിശദീകരിക്കും. സംസ്ഥാനത്ത് പുതിയ താലൂക്കുകളും ജില്ലകളും രൂപീകരിക്കുന്ന സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ വലിയ ആവേശത്തോടു കൂടിയാണ് മലബാർ അടക്കമുള്ള ജില്ലകൾ നോക്കിക്കാണുന്നത്. കാരണം പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു ആവശ്യമാണ് മലബാറിൽ പുതിയ ജില്ലകൾ വേണമെന്നുള്ളത്. മലബാറിൽ മാത്രമല്ല, ശരിക്കും മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുള്ള ജില്ല എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ളൊരു പഠനം, ഒരേ നിർദ്ദേശം സർക്കാർ തലത്തിൽ തന്നെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ട് പതിറ്റാണ്ടുകളായി. അതിലൊരു തീരുമാനമായിട്ടില്ല. അതേസമയം മലപ്പുറം ജില്ല ഉൾപ്പെടെ മലബാറിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സർക്കാർ അവഗണനയുടെ എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നം ജില്ലകളുടെ ഒരു രൂപീകരണത്തിന്റെ കുറവ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ജില്ലകൾ രൂപീകരിക്കുന്ന അനുസരിച്ചാണ് താലൂക്കുകൾ രൂപീകരിക്കുക, അതിനനുസരിച്ചായിരിക്കും വില്ലേജുകൾ രൂപീകരിക്കുക, അതിനനുസരിച്ചായിരിക്കും പഞ്ചായത്തുകളുടെ എണ്ണം
അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് നിയന്ത്രിക്കേണ്ട സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോ ജില്ലകൾക്ക് അനുഭവിക്കുന്ന ഫണ്ടുകൾ തുടങ്ങി ഓരോ കാര്യത്തിലും, അത് KSRTC ബസ്സിന്റെ കാര്യത്തിലാണെങ്കിലും +1 സീറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ, ആശുപത്രികളുടെ എണ്ണത്തിലായാലും എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും വിതരണം എന്ന് പറയുന്നത് ജില്ല എന്നൊരു യൂണിറ്റിന്റെ അടിസ്ഥാനമാക്കിയാണ്. സ്വാഭാവികമായിട്ടും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ പ്രാദേശികമായ മറ്റ് സൗകര്യങ്ങളും ഭൂവിസ്തൃതിയെല്ലാം പരിഗണിച്ചുകൊണ്ട് പുതിയ ജില്ലകൾ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ കുറെ കൂടി ആളുകൾക്ക് സേവനം എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മുൻനിർത്തിക്കൊണ്ട് ഒരു കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനത്തെ പൊതുവെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുത. നേരത്തെ സൂചിപ്പിച്ച പോലെ മൂവാറ്റുപുഴ ഒരു ജില്ല ആയി രൂപീകരിക്കണം എന്നുള്ള 82-ൽ തന്നെ നിർദ്ദേശമായി വന്നതാണ്. അതിലും ഒരു തീരുമാനമായിട്ടില്ല. മലപ്പുറത്താണെങ്കിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ഈ ജില്ലകൾ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഈ ജില്ലകളിലെ പല ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് മലപ്പുറം പാലക്കാട് ക്രമീകരണം നടത്തിക്കൊണ്ട് മലപ്പുറത്ത് നിന്ന് ഒരു പുതിയൊരു ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ പാലക്കാട് കുറേ ഭാഗങ്ങളുടെ മലപ്പുറത്തോട് ചേർത്തുകൊണ്ട് ആ ഭാഗത്തൊരു 3 ജില്ല എന്ന രീതിയിലേക്ക് രൂപീകരിക്കാൻ കഴിയും. കോഴിക്കോട് വെച്ച് നോക്കുമ്പോൾ കോഴിക്കോടിൻ്റെ വടക്കൻ മേഖലകൾ വടകര അല്ലെങ്കിൽ നാദാപുരം കേന്ദ്രീകരിച്ചുള്ള ആ സ്ഥലം, കുറ്റ്യാടി, ഒരുപക്ഷെ കണ്ണൂരിൽ നിന്ന് ചേർക്കുകയാണെങ്കിൽ കൂത്തുപറമ്പോ തലശ്ശേരിയൊക്കെ ചേർക്കുന്നത് വടകര നിയമസഭാ മണ്ഡലം എന്ന് പറയുന്ന ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു പുതിയൊരു ജില്ല. അങ്ങനത്തിൽ ഒരു ഭരണത്തിന് കുറെ കൂടി സുഗമമാക്കാനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നിവർത്തിക്കാനും കഴിയുന്ന രീതിയിൽ സൗകര്യപ്രദമായ ജില്ലകൾ വേണം എന്നുള്ളതാണ് പലതരത്തിൽ ഉയരുന്ന ആവശ്യം. ഇതിൽ ഏതൊക്കെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു ജില്ല രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കളക്ടറേറ്റ് ഉണ്ടാവേണ്ടി വരും. അവിടെ നിന്ന് അതനുസരിച്ച് താലൂക്ക് സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടി വരും. എന്തൊക്കെയാണോ സംവിധാനം അതനുസരിച്ച് എല്ലാ സംവിധാനവും, ജില്ലാ കളക്ടർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും, പോലീസിൻ്റെ പുതിയ പോലീസ് ജില്ല ഉൾപ്പെടെ ഫയർഫോഴ്സ് ആണെങ്കിലും മറ്റെല്ലാ സംവിധാനത്തിനും പുതിയ ജില്ല എന്ന രീതിയിലേക്ക് വലിയ തോതിലുള്ള ഭരണ ചെലവ് കൂടി വരുന്നൊരു കാര്യമാണ് പുതിയ ജില്ലകൾ രൂപീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ സാമ്പത്തിക അവസ്ഥയിൽ അത് എത്രത്തോളം ജില്ലകൾക്ക് സാധ്യമാണെന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ആ ആവശ്യത്തെ പ്രാഥമികമായി സർക്കാർ പരിഗണിച്ചു എന്നുള്ളതാണ് പോസിറ്റീവായി കാണുന്നത്. സ്വാഭാവികമായിട്ടും പുതിയ ഒരു കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ആ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്തൊക്കെയായിരിക്കും, ആ കമ്മീഷന്റെ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും, എത്ര ജില്ലകൾ രൂപീകരിക്കണം, എത്ര പുതിയ താലൂക്കുകൾ രൂപീകരിക്കണമെന്നായിരിക്കും, അതിനെ സർക്കാർ എത്രത്തോളം അംഗീകരിക്കാനുള്ള സാമ്പത്തികമായ അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ വളരും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇത് പ്രായോഗികമായി വരുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു കാര്യമാണ്. അതേസമയം തന്നെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ സാമൂഹികപരമായി വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ജില്ലാ വിഭജനം അല്ലെങ്കിൽ പുതിയ താലൂക്കുകളുടെ രൂപീകരണം, പുതിയ ജില്ലകളുടെ രൂപീകരണം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മലപ്പുറത്തെ വിഭജനത്തെക്കുറിച്ച് അവിടുത്തെ എല്ലാ പാർട്ടികളും, രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സംഘടനകളാണെങ്കിലും എല്ലാവരും തന്നെ പലതരത്തിലുള്ള ക്യാമ്പയിനിലൂടെ, പ്രമേയങ്ങളിലൂടെയൊക്കെ ആവശ്യം ഉന്നയിച്ചതാണ്. സമാനമായ ആവശ്യം തന്നെയാണ് മൂവാറ്റുപുഴയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തന്നെയും പാലക്കാടൊക്കെ തന്നെയും ഉന്നയിക്കപ്പെടുന്നത്. ഇതൊക്കെ സർക്കാർ മുന്നിൽ വരുമ്പോൾ ഏതൊക്കെ തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ആ ഒരു വിഷയത്തിലേക്ക് സർക്കാർ എൻട്രി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ കമ്മീഷന്റെ മറ്റു നടപടിക്രമങ്ങളെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പൊതുവെ കേരളവും പ്രത്യേകിച്ച് മലബാർ ജില്ലകളും കാണുന്നത്. ഈ പറഞ്ഞതിനർത്ഥം മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഈ ജില്ലയൊക്കെ വിഭജിക്കാൻ പോകുന്നു എന്നല്ല കേട്ടോ. ഈ ജില്ലകൾ വിഭജിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതകൾ സർക്കാർ പഠിക്കാൻ ഒരുങ്ങുന്നു എന്ന് മാത്രം. ന്യൂസ് റിപ്പോർട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.